നമസ്കാരം. പ്രധാന വാർത്തകൾ. കുമരംപുത്തൂർ കുരുത്തിച്ചാലിലെ നിർദ്ദിഷ്ട വെർജിൻ വാലി ടൂറിസം ഇപ്പോഴും കടലാസിൽ. പാഴാകുന്നത് MLA ഉൾപ്പെടെയുള്ളവരുടെ ഉറപ്പ്. നവ അശ്വത്ഥദേവി പ്രസാദ പുരസ്കാരം മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവന്. പുരസ്കാരം സമർപ്പിച്ച് ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A സോൺ കലോത്സവത്തിന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിൽ 3600-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഷൊർണൂർ മണ്ഡലം വാഹന പ്രചരണ ജാഥയ്ക്ക് ചെർപ്പശ്ശേരിയിൽ സ്വീകരണം. പി മമ്മിക്കുട്ടി MLA നയിക്കുന്ന ജാഥ 3 ദിവസങ്ങളിലായി മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കും. നെല്ലായിലും മാങ്ങോടും വാഹനാപകടം. 2 അപകടം. കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ്. വാർത്തകളിലേക്ക് വിശദമായി. കുമരംപുത്തൂർ കുരുത്തിച്ചാലിലെ നിർദ്ദിഷ്ട വെർജിൻ വാലി ടൂറിസം ഇപ്പോഴും കടലാസിൽ. പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. പദ്ധതിക്ക് വേണ്ട റവന്യൂ ഭൂമി പാട്ടത്തിന് നൽകുന്നതിനുള്ള നടപടികളും എവിടെയും എത്തിയില്ല. കുരുത്തിച്ചാലിൽ സുരക്ഷിതമായി കാടിന്റെയും പുഴയുടെയും ഭംഗി ആസ്വദിക്കാനുള്ള പദ്ധതിയാണ് വെർജിൻ വാലി ടൂറിസം. ജില്ലാ പ്രൊമോഷൻ കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള 1.5 ഏക്കർ സ്ഥലം പ്രതിവർഷം 1.5 ലക്ഷം രൂപ നിരക്കിൽ പാട്ടത്തിന് നൽകാമെന്നും ആദ്യത്തെ 5 വർഷം പാട്ടം ഒഴിവാക്കാവുന്നതാണെന്നും ജില്ലാ കളക്ടർ റവന്യൂ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൽ മാസങ്ങളായിട്ടും റവന്യൂ സെക്രട്ടറി തീരുമാനമെടുത്തിട്ടില്ല. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് N ഷംസുദ്ദീൻ MLA കുരുത്തിച്ചാലിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഭൂമി ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. അന്നത്തെ യോഗത്തിൽ DCP, റവന്യൂ, വനം, പോലീസ്, പഞ്ചായത്ത് വകുപ്പുകളും പങ്കെടുത്തിരുന്നതാണ്. ഭൂമി ലഭ്യമാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് യോഗത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ നൽകിയ ഉറപ്പാണ് പാഴാകുന്നത്. സന്ദർശകർ പുഴയിൽ ഇറങ്ങാതിരിക്കാൻ വേലി, നടപ്പാത, വ്യൂ പോയിന്റ്, ലാൻഡ്സ്കേപ്പ്, ഫുഡ് കോർണർ, ടിക്കറ്റ് കൗണ്ടർ, പാർക്കിംഗ് ഏരിയ തുടങ്ങിയവയാണ് വെർജിൻ വാലി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതി നടത്തിപ്പിന്റെ ആദ്യഘട്ടമായി ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും കുമരംപുത്തൂർ പഞ്ചായത്ത് 2.5 ലക്ഷവും നീക്കിവച്ചിരുന്നു. പുഴയോരത്ത് സുരക്ഷാ വേലിയും നടപ്പാതയും നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം നവംബർ 1 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ നിർവഹിച്ചിരുന്നെങ്കിലും പ്രവർത്തികളൊന്നും നടന്നില്ല. ഏതൊരു പദ്ധതിയും തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഈ 2 കോടി എന്നുള്ളത് കൊണ്ട് എല്ലാം ആവില്ല. അതിന്റെ ഒരു ചെറിയ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ജനക്കൂട്ടം വരും. നമ്മളിപ്പോ 2 കോടിയുടെ പദ്ധതിയാക്കിയാലും വലിയ ജനക്കൂട്ടം വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് അങ്ങനെ ഒരു സ്പോട്ടാണ്. ഞങ്ങളൊക്കെ തന്നെ പുറത്തെവിടെയും പോയാൽ ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു സ്പോട്ടിനെ കുറിച്ചാണ്. അപ്പൊ പിന്നീട് കൂടുതൽ നല്ല സൗകര്യങ്ങൾ, പിന്നെ ഇന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ കാണുന്ന റോപ്പ് വേയും അത് അങ്ങനെയുള്ള പല സംഗതികളും, സ്കൈ വേ, റോപ്പ് വേ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇത്തരം നമ്മുടെ ഈ കേന്ദ്രത്തിലേക്ക് വരാനുള്ള സാധ്യത ഭാവിയിലുണ്ട്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതിയുടെ പേരിലുള്ള നവ അശ്വത്ഥദേവി പ്രസാദം പുരസ്കാരം മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവന് സമർപ്പിച്ചു. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS പുരസ്കാര സമർപ്പണം നടത്തി. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേലാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിലാണ് പ്രഥമ നവ അശ്വത്ഥദേവി പ്രസാദം പുരസ്കാര സമർപ്പണം നടന്നത്. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS മദ്ദള കലാകാരൻ ചെർപ്പശ്ശേരി ശിവന് പുരസ്കാരം സമർപ്പിച്ചു. 11,111 രൂപയും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ KT സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെർപ്പശ്ശേരിയുടെ പേര് തന്നെ എല്ലാ ഇടങ്ങളിലും പ്രശസ്തിയാർജിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേര് ഇത്തരം ഒരു ആളുകളുടെ പേരിൽ വന്നു ചേരാൻ കഴിഞ്ഞതിൽ നമുക്കും അഭിമാനിക്കാം. മദ്ദള ചക്രവർത്തി, മദ്ദള കുലപതി എന്നറിയപ്പെടുന്ന ശിവേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ നാടും നാട്ടുകാരും അറിയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് നമുക്ക്. കാളവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, KB രാജാനന്ദ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ, പാരമ്പര്യ ട്രസ്റ്റി മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി, മുൻ ട്രസ്റ്റി P ശ്രീകുമാർ, ചീഫ് കോർഡിനേറ്റർ N സുകുമാരൻ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, KK ഗണേശൻ, V കൃഷ്ണദാസ്, P അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ സോൺ കലോത്സവത്തിന് എടത്തനാട്ടുകര KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഞായറാഴ്ച തുടക്കമായി. ആദ്യ 2 ദിവസം സ്റ്റേജ് ഇതര മത്സരങ്ങളും തുടർന്നുള്ള 3 ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിൽ 3600-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. 86 കോളേജുകളിൽ നിന്നായി 3600-ലധികം വിദ്യാർത്ഥികൾ 5 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. സ്റ്റേജ് ഇതര മത്സരങ്ങളോടെ ഞായറാഴ്ച കലോത്സവത്തിന് തുടക്കം കുറിച്ചു. രാവിലെ 9:30 മുതൽ 11:30 വരെ ഉപന്യാസ രചനകൾ, കാർട്ടൂൺ രചന, എംബ്രോയ്ഡറി, ജലച്ചായം എന്നിവയും, ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ഓയിൽ പെയിന്റിംഗ്, 1 മണി മുതൽ 3 മണി വരെ ചെറുകഥാ രചന, 2 മണിക്ക് കാവ്യകേളി, 3 മണി മുതൽ 4 മണി വരെ പെൻസിൽ ഡ്രോയിങ്, 4 മണിക്ക് അക്ഷരശ്ലോകം, 4 മണി മുതൽ 6 മണി വരെ പദ്യരചന എന്നീ ഭാഗം മത്സരങ്ങൾ നടന്നു. തിങ്കളാഴ്ചയും സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുക. രാവിലെ 9:30 മുതൽ 11:30 വരെ ഫോട്ടോഗ്രഫി, 9:30 മുതൽ 11:30 വരെ ഹിന്ദി, സംസ്കൃതം എന്നിവയിൽ എസ്സേ റൈറ്റിംഗ്, 9:30 മുതൽ 11:30 വരെ ഹിന്ദി, സംസ്കൃതം എന്നിവയിൽ പോയം റൈറ്റിംഗ്, 9:30 മുതൽ 11:30 വരെ പൂക്കളം, 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ക്ലേ മോഡലിംഗ്, 9:30 ക്വിസ്, 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഇംഗ്ലീഷ്, അറബിക്, സംസ്കൃതം, ഉറുദു, തമിഴ് എന്നിവയിൽ സ്പീച്ച്, ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4:30 വരെ മലയാളം, ഹിന്ദി എന്നിവയിലുള്ള സ്പീച്ചും നടക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകുന്നേരം 4 മണി വരെ രംഗോലി, 1:30 മുതൽ 3:30 വരെ കൊളാഷ്, 2 മണി മുതൽ വൈകുന്നേരം 4:30 വരെ സംസ്കൃതം, ഹിന്ദി എന്നിവയിൽ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗും നടക്കും. തിങ്കളാഴ്ചയോടെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 10-ാം തീയതി ചൊവ്വാഴ്ച സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും. അന്ന് വൈകുന്നേരം 4 മണിക്ക് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ അമീൻ റാഷിദ് അറിയിച്ചു. എല്ലാം അതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. 12-ാം തീയതി നടക്കുന്ന ഹർത്താൽ നമ്മുടെ കലോത്സവത്തെ ബാധിക്കില്ല. അന്നും മത്സരങ്ങളും അതിൻ്റെ സമാപന പരിപാടികളൊക്കെ നടക്കും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് 10-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ, നമ്മുടെ ജനപ്രതിനിധികൾ, MLA, MP അടക്കമുള്ള മുഴുവൻ ആളുകളും ചടങ്ങിൽ പങ്കെടുക്കും. വളരെ ആവേശത്തോടുകൂടി ഈ പ്രോഗ്രാം സംഘാടക സമിതി എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വളരെ ചിട്ടയോടെ തന്നെ പിന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവരും സജ്ജമാണ്. P. മമ്മിക്കുട്ടി MLA നയിക്കുന്ന ഷൊർണൂർ മണ്ഡലം വാഹന പ്രചരണ ജാഥയ്ക്ക് ചെർപ്പളശ്ശേരിയിൽ സ്വീകരണം നൽകി. 3 ദിവസങ്ങളിലായാണ് ജാഥ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കുന്നത്. 3-ാം വരവിന് മുന്നൊരുക്കം എന്ന മുദ്രാവാക്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം P. മമ്മിക്കുട്ടി MLA നയിക്കുന്ന ഷൊർണൂർ മണ്ഡലം വാഹന പ്രചരണ ജാഥയ്ക്കാണ് ചെർപ്പളശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. ഫെബ്രുവരി 6-ന് തിരുവാഴിയോട് നിന്ന് ആരംഭിച്ച ജാഥ 3 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം പൂർത്തിയാക്കും. ചെർപ്പളശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ P. വിജയകുമാർ, മാനേജർ K. നന്ദകുമാർ, E. ശ്രീധരൻ മാസ്റ്റർ, E. ചന്ദ്രബാബു, വിജു, K. ബാലകൃഷ്ണൻ മാസ്റ്റർ, K. സൈദലവി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളും സംഘടനകളും ഹാരാർപ്പണം നടത്തി. നെല്ലായ മഞ്ചക്കല്ലിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് അപകടം. വാഹനം ഓടിച്ചിരുന്നയാൾക്ക് സാരമായി പരിക്കേറ്റു. നെല്ലായ മഞ്ചക്കൽ പെട്രോൾ പമ്പിന് സമീപം ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന വാഗനർ കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നാണ് നിഗമനം. അപകടത്തിൽ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഞങ്ങളും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യവുമായി കേരള പ്രവാസി സംഘം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കേരള വിരുദ്ധ പ്രവാസി വിരുദ്ധ ബജറ്റിനെതിരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് സൈദലവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 2014 ആദ്യമായി അധികാരത്തിൽ വന്ന രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നാളൊട്ടുക്ക് ഇന്നേ വരെ അവതരിപ്പിച്ചൊരു ബഡ്ജറ്റിനകത്ത് പോലും പ്രവാസികളെ പരിഗണിക്കുകയോ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും
നീക്കിവെക്കുക ചെയ്യാത്ത ഒരു ബഡ്ജറ്റാണ് നാളെ ഇതുവരെയും നടത്തിയിട്ടുള്ളത്. ഇപ്പോ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും പ്രവാസികളെ പാടെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. 3 മണിക്കൂറും 17 മിനിറ്റും അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് പ്രവാസികൾ എന്നൊരു പേര് പോലും ഉച്ചരിക്കാതെ പ്രവാസികളെ അങ്ങേയറ്റം അവഗണിക്കുന്ന, അതല്ലെങ്കിൽ അവഹേളിക്കുന്ന ഒരു ബഡ്ജറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് മത്തായി അധ്യക്ഷത വഹിച്ചു. മൻസൂർ, ഹമീദ്, പ്രവാസി സംഘം ഏരിയ ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന മാനത്തോളം സഹവാസ ക്യാമ്പ് യുവ എഴുത്തുകാരി CR പുണ്യ ഉദ്ഘാടനം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിലായി മണ്ണമ്പറ്റ TTI ക്യാമ്പസിലാണ് ക്യാമ്പ് നടന്നത്. LP UP വിഭാഗങ്ങളിൽ നിന്നായി 65 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ആത്മവിശ്വാസം, സാഹസിക മനോഭാവം, തൊഴിലിനോടുള്ള ആഭിമുഖ്യം തുടങ്ങി വിവിധ മേഖലകളിൽ ജീവിത നൈപുണികൾ വികസിപ്പിക്കുന്നതിനുള്ള അനുഭവങ്ങൾ പകർന്നു നൽകുക എന്നതിനാണ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം നൽകുന്നത്. ഏറുമാടം, മുളയൂഞ്ഞാൽ, പാചകക്കളരി, വ്യായാമം, പുഴയറിവ്, തൊഴിലിടം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. വൈസ് പ്രസിഡന്റ് M അരുണ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ലിനി, VC ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ MK ദ്വാരകാനാഥൻ, C ഓമന, AN ദൃശ്യ, V ഗിരിജ, K കേളു, N വാസുദേവൻ, C രാധാകൃഷ്ണൻ, എബിൻ ബേബി, ICDS സൂപ്പർവൈസർ AS ജിസ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് JB മേത്തർ MPയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നും കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയിലേക്ക് അനുവദിച്ച പുസ്തകങ്ങളുടെ സമർപ്പണവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും വിപുലമായ പരിപാടികളോടെ നടത്തി. MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് JB മേത്തർ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കിയത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന P ഭാസ്കരൻ, ഷീബ ജോൺ, ജിജി GS എന്നീ അധ്യാപകർക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൂതനമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നു. പല വഴിയിലാണെങ്കിലും സ്കൂളിൻ്റെ പുരോഗതിയാണ്. അതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരും PTA ഭാരവാഹികളും. അവരെല്ലാവരുടെയും കൂട്ടായ പരിശ്രമമുണ്ട്. ഇത് ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നല്ല, അതിനൊക്കെ ഒരു വഴിയുണ്ട്. ആ വഴികളിലൂടെ നല്ല കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന ഒരു മാതൃകാ സ്ഥാപനമായി നമ്മുടെ കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുകയാണ്. വിരമിക്കുന്ന അധ്യാപകരെ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല. ഇപ്പൊക്കെ വിരമിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. പണ്ട് ആയുർദൈർഘ്യം കുറവായിരുന്നു, ഇപ്പോൾ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ് കേരളത്തിൽ. അതുകൊണ്ട് ഇനിയും 10-25 വർഷം പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും പരിചയ സമ്പന്നതയും ഒക്കെ പല മേഖലയിലും പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ ഈ ഒരു നല്ല പ്രായോഗിക പരിചയമുള്ളവരാണ് അധ്യാപകർ. എല്ലായിടത്തും പോയാൽ അധ്യാപകർക്ക് കിട്ടുന്ന ഒരു മാന്യതയും അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ചെറുതല്ല. അപ്പോൾ ആ അംഗീകാരം ഇനിയും അവർക്ക് കിട്ടട്ടെ. നിസ്തുലമായ കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളോളമുള്ള അവരുടെ സർവീസിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിരമിക്കുന്ന അധ്യാപകർക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് നടത്തിയ സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ മികച്ച പാർലമെന്റേറിയനായി തെരഞ്ഞെടുക്കപ്പെട്ട ആൽവിൻ സിജുവിനെയും ചടങ്ങിൽ അനുമോദിച്ചു. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത തേക്കിൻകാട്ടിൽ അധ്യക്ഷത വഹിച്ച പരിപാടി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ അവസാനിച്ചു. ഡിവൈഎഫ്ഐ നേതാവിന്റെ ഓർമ്മയ്ക്കായി തുടർച്ചയായി 16 വർഷവും രക്തദാന ക്യാമ്പ് നടത്തുന്ന ഡിവൈഎഫ്ഐക്കാർ. വാഹനാപകടത്തിൽ മരിച്ച ഡിവൈഎഫ്ഐ എടത്തനാട്ടുകര മേഖല ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന TP സിദ്ദിഖിന്റെ ഓർമ്മയ്ക്കായാണ് കഴിഞ്ഞ 16 വർഷവും മുടങ്ങാതെ ഇവർ രക്തം ദാനം ചെയ്യുന്നത്. തങ്ങളുടെ നേതാവ് വിട പറഞ്ഞിട്ട് 16 വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇന്നും ഇവരുടെ ഉള്ളിലുണ്ട്.
അതിന്റെ ഉത്തമോദാഹരണമാണ് എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്ന ഈ രക്തദാനം. കഴിഞ്ഞ 16 വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി DYFI എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി നടത്തുന്ന രക്തദാന ക്യാമ്പ് ഏറെ ശ്രദ്ധേയമാണ്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ഞായറാഴ്ച ഇത്തവണ ക്യാമ്പ് കോട്ടപ്പള്ള സെന്ററിൽ നടന്നത്. 60ഓളം പേർ രക്തം ദാനം ചെയ്യാനായി എത്തി. DYFI മണ്ണാർക്കട ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓർമ്മദിനങ്ങളാണെങ്കിലും രക്തസാക്ഷി ദിനങ്ങളാണെങ്കിലും അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ആചരിക്കുക എന്നതാണ് പൊതുവെ DYFIയുടെ രീതി. സഖാവ് TP സിദ്ദിഖ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, അദ്ദേഹം വിളിച്ച മുദ്രാവാക്യം, അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രം, ഇതെല്ലാം മനുഷ്യർക്ക് നന്മ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി 16ാമത്തെ തവണയും അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് DYFIയുടെ എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദാനമായിട്ടുള്ള രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 16 വർഷവും തുടർച്ചയായി ഇത്തരം ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഇവിടെയുള്ള യുവജന സംഘടനയെ പ്രേരിപ്പിക്കുന്നത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട്, ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ റംഷീഖ് മാമ്പറ്റ, വൈസ് പ്രസിഡന്റ് M കൃഷ്ണകുമാർ, CPM എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രജീഷ് പൂളയ്ക്കൽ, എടത്തനാട്ടുകര മേഖലാ സെക്രട്ടറി അമീൻ മടത്തൊടി, മേഖലാ പ്രസിഡന്റ് VT ഷിഹാബ്, ട്രഷറർ രാജേഷ് യത്തീംഖാന, DYFI മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി M ജിനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിന്റെ പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയും സംഘടിപ്പിച്ചിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിന്റെ ഭാഗമായുള്ള കാർണിവൽ കവിതാ പുരസ്കാരം PP രാമചന്ദ്രന് സമ്മാനിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ 9ാം പതിപ്പിനോടനുബന്ധിച്ചാണ് മലയാളനാട് വെബ് ജേണലിന്റെ ആഭിമുഖ്യത്തിൽ കാർണിവൽ കവിതാ പുരസ്കാരം നൽകുന്നത്. ഇത്തവണ PP രാമചന്ദ്രന്റെ കവിതകൾ എന്ന സമാഹാരമാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കാവ്യസമാഹാരങ്ങളിൽ നിന്ന് മലയാള കാവ്യഭാവുകത്വത്തെ നവീകരിക്കുകയും വ്യത്യസ്തമായി അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു സമാഹാരത്തിനാണ് പുരസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. എഴുത്തുകാരിൽ നിന്നും കവിതാ വായനക്കാരിൽ നിന്നും സ്വീകരിച്ച നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് PP രാമചന്ദ്രന്റെ കൃതികൾ ജൂറി തിരഞ്ഞെടുത്തത്. കാർണിവൽ വേദിയിൽ വെച്ച് KC നാരായണൻ പുരസ്കാരം സമ്മാനിച്ചു. VK സുബൈദ, HK സന്തോഷ് കുമാർ, അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. PP രാമചന്ദ്രൻ മറുപടി പ്രസംഗവും നടത്തി. എനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാർണിവലിൽ ഇപ്പോൾ ഞാൻ സ്വീകരിച്ച ഈ പുരസ്കാരമാണ്. ഞാൻ എഴുതി തുടങ്ങുന്ന കാലം മുതൽ തന്നെ എഴുതിയതൊക്കെ പബ്ലിഷ് ചെയ്തതൊക്കെ പിന്നീട് മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് മെയിൻ സ്ട്രീം പബ്ലിഷേഴ്സ് അത് പുസ്തകമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പുരസ്കാരങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഹൃദ്യമാകുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. ഈ ആറ്റൂർ മാഷിന്റെ ഒരു വരിയാണ് ഇപ്പോ ഇത് സ്വീകരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്നത്. സദ്യയ്ക്ക് മുന്നിൽ വിശന്നവൻ പോലെയോ, വേളിയരങ്ങിൽ വധുവെന്ന പോലെയോ, സമ്മാനിതനാം ചെറു കവി പോലെയോ ഒന്ന് പകച്ചു എന്നാലും സുഖിച്ചു താൻ. സമ്മാനിതനാം ചെറു കവി പോലെയോ ഒന്ന് പകച്ചു എന്നാലും സുഖിച്ചു. ഒരു പകപ്പുമുണ്ട്, അതേസമയം ഒരു കൗതുകവും ഉണ്ട്. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ഒത്തുചേരലുകൾക്ക് കൂടുതൽ പ്രൗഢിയേകിക്കൊണ്ട് സെന്റ് ഹാൻസ് ഗസബോ ഗ്രീൻ സെലിബ്രേഷൻ സ്പേസ് ചെർപ്പളശ്ശേരി മാങ്ങോട് പ്രവർത്തനം ആരംഭിച്ചു. മികച്ച ആംബിയൻസിൽ പ്രീമിയം ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിക്കൊണ്ടാണ് ഗസബോ ഗ്രീൻ സെലിബ്രേഷൻ സ്പേസിന്റെ പ്രവർത്തനം. ഒത്തുചേരലുകളുടെ സന്തോഷം നാച്ചുറൽ അന്തരീക്ഷത്തിൽ പങ്കുവയ്ക്കാൻ ഇനി മറ്റെങ്ങും അലയേണ്ട. ചെർപ്പളശ്ശേരി മാങ്ങോട് വീരമംഗലം റോഡിൽ സെന്റ് ഹാൻസ് ഗസേബോ ഗ്രീൻ സെലിബ്രേഷൻ സ്പേസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു.
കേവലം ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്നതിലുപരി പ്രകൃതിയുടെ സാമീപ്യവും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്ന എക്സ്ക്ലൂസീവ് ഗ്രീൻ സെലിബ്രേഷൻ സ്പേസ് ആണ് പുതുതായി സജ്ജമായിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ആകർഷകമായ ആംബിയൻസ് ആണ് സെന്റ് ഹാൻസ് ഗസേബോയുടെ പ്രധാന സവിശേഷത. വിവാഹങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവയ്ക്ക് പുറമെ വിപുലമായ ഇഫ്താർ വിരുന്നുകൾക്കും പാർട്ടികൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഗസേബോയുടെ ക്രമീകരണം. 1000-ഓളം അതിഥികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിശാലമായ സ്ഥല സൗകര്യവും വാഹന പാർക്കിങ്ങിനായി പ്രത്യേകം മാറ്റിവെച്ച 500 കാറുകൾ ഉൾക്കൊള്ളുന്ന ഏരിയയും ഗസേബോയുടെ മാത്രം പ്രത്യേകതയാണ്. ഫോട്ടോഷൂട്ടുകൾക്ക് പ്രാധാന്യം നൽകുന്നവർക്കായി മനോഹരമായ ലൊക്കേഷനുകൾ ഈ അരീനയിലുടനീളം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ ലൈറ്റിംഗ് സംവിധാനങ്ങളും പ്രകൃതിരമണീയമായ പശ്ചാത്തലവും ഗസേബോയിലെ രാത്രികാലാഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢി നൽകുമെന്ന് ഉറപ്പാണ്. ചെറുപ്പുളശ്ശേരിയുടെ പരിസരങ്ങളിൽ ഇത്രയും വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഓപ്പൺ അരീന സംവിധാനവുമുള്ള അപൂർവം വേദികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സെന്റ് ഹാൻസ് ഗസേബോ ഗ്രീൻ സെലിബ്രേഷൻ സ്പേസ്. വാണിയംകുളം പുലാച്ചിത്ര സർഗ ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 12 വർഷങ്ങൾ പിന്നിടുന്ന സർഗ ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷമാണ് വിവിധ ആഘോഷ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. വാണിയംകുളം TRKHSSലെ വാടികയിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ അകത്തളങ്ങളിൽ ഒഴിഞ്ഞിരുന്ന സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 3 വായനശാലകളുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. വായനശാല പ്രസിഡന്റ് AK പ്രദീപ് അധ്യക്ഷനായി. സിനിമാ സീരിയൽ താരം വിഷ്ണു മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത ആദര സദസ്സ് നടത്തി. വായനശാല സെക്രട്ടറി P ബാലൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജിത, വാർഡ് മെമ്പർമാരായ KT ആശാദേവി, P ജയരാജ്, വാണിയംകുളം സർവീസ് ബാങ്ക് ഡയറക്ടർ K രാധാകൃഷ്ണൻ, MS അബ്രഹാം, KP അനിൽ, K സതീഷ്, P സുധീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം. മാങ്ങോട് മില്ലുംപടിയിലാണ് കാർ നിയന്ത്രണം വിട്ട് സൈഡ് പോസ്റ്റിൽ ഇടിച്ച് അപകടമുണ്ടായത്.
അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ സൈഡ് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. മണ്ണാർക്കാട് CH സെന്ററിന്റെ ജനറൽ ബോഡി യോഗം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന യോഗത്തിൽ CH സെന്റർ പ്രസിഡന്റ് TA സലാം, അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, C മുഹമ്മദ് ബഷീർ, കല്ലടി അബൂബക്കർ പൊൻപാറ, കോയക്കുട്ടി, ഹുസൈൻ കൊളശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ബഷീർ തെക്കനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് നൌഫൽ കളത്തിലിനെ ജനറൽ സെക്രട്ടറിയായും VK അബൂബക്കറിനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. മണ്ണാർക്കാട് MLA ഷംസുദ്ദീന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തെങ്കര ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കണ്ണി ചർച്ച് റോഡ് MLA നാടിന് സമർപ്പിച്ചു. മുണ്ടക്കണ്ണി ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിംഹാസന ചർച്ചിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീന S അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ, ചർച്ച് വികാരി ഫാദർ റജി കുഴിക്കാട്ടിൽ, പ്രകാശ് കൊച്ചുപുരയ്ക്കൽ, ഗിരീഷ് ഗുപ്ത, നിഷ, TK ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിലും കൂടിയാട്ടത്തിലും A ഗ്രേഡ് നേടിയ തൂതയിലെ സഹോദരികളായ മായ സാജനെയും മയൂഖ സാജനെയും ദേശീയ കലാസംസ്കൃതി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ ചെയർമാൻ K മധുസൂദനൻ, പെരിന്തൽമണ്ണ ബ്ലോക്ക് ചെയർമാൻ പ്രതീഷ് ശാലിപ്പറമ്പ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു. രശ്മി, ഗൗതം കൃഷ്ണ, സാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മായ സാജൻ തൃക്കിടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും മയൂഖ സാജൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. നാഷണൽ ഫയർ സർവീസ് മീറ്റിൽ മെഡൽ നേടിയ ഫയർമാൻ MS ഷബീറിന് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ജീവനക്കാർ സ്വീകരണം നൽകി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു T എബ്രഹാം ഹാരമണിയിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രതീഷ്, ഓഫീസർ V സുരേഷ് കുമാർ, ഹോംഗാർഡ് അനിൽകുമാർ, മഹേഷ് തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു. DYFI മണ്ണമ്പറ്റ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായി റോഡരികിൽ നിറഞ്ഞ മാലിന്യം നീക്കി ശുചീകരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം C ഓമന ഉദ്ഘാടനം ചെയ്തു. P ശ്രീജിത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം N വിദ്യാലക്ഷ്മി, മേഖലാ സെക്രട്ടറി S ബിനേഷ്, U അജിത്, വിശാഖ് തമ്പി, എബിൻ ബേബി, P വിഷ്ണു എന്നിവർ സംസാരിച്ചു. പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ ഹരിത പൂരങ്ങളായി മാറ്റണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു പൂരം ഉത്സവമായിരിക്കണം എന്ന് പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെയും ഭാഗമായി ഇവിടെയുള്ള യുവാക്കളും DYFIക്കാരും പ്ലാസ്റ്റിക്കിൻ്റെ ഇറക്കി വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ നല്ല ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയ ഈ യുവാക്കളെ എല്ലാവരെയും ആശംസ അറിയിക്കുകയാണ്. അതുപോലെ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമരംപുത്തൂർ കുരുത്തിച്ചാലിലെ നിർദ്ദിഷ്ട വെർജിൻ വാലി ടൂറിസം ഇപ്പോഴും കടലാസിൽ. പാഴാകുന്നത് MLA ഉൾപ്പെടെയുള്ളവരുടെ ഉറപ്പ്. നവ അശ്വതദേവി പ്രസാദ പുരസ്കാരം മദ്ദള കലാകാരൻ ചെർപ്പളശ്ശേരി ശിവന്. പുരസ്കാരം സമർപ്പിച്ച് ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A സോൺ കലോത്സവത്തിന് തുടക്കമായി 5 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിൽ 3600-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഷൊർണൂർ മണ്ഡലം വാഹന പ്രചരണ ജാഥയ്ക്ക് ചെർപ്പളശ്ശേരിയിൽ സ്വീകരണം. P മമ്മിക്കുട്ടി MLA നയിക്കുന്ന ജാഥ 3 ദിവസങ്ങളിലായി മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കും. നെല്ലായിലും മാങ്ങോടും വാഹനാപകടം. 2ഇടങ്ങളിലും അപകടം. കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ്. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.